മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടിനായി സമ്മർദ്ദം ശക്തമാക്കാൻ സമരസമിതി ജനകീയ പ്രതിഷേധങ്ങൾക്ക് പകരം തിരുത്തൽ ശക്തിയായി നിലകൊള്ളും. ഉപവാസമടക്കമുള്ള പ്രതിഷേധ മാർഗങ്ങളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. മുല്ലപ്പെരിയാർ ആശങ്കയായി തന്നെ ഇന്ന് നിലനിൽക്കുകയാണ്. എന്നാൽ വലിയ ജനകീയ പ്രതിഷേധങ്ങളിലേക്ക് ഇനി നീങ്ങണ്ട എന്നാണ് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ തീരുമാനം. അതേസമയം ഉപവാസമടക്കമുള്ള പ്രതിഷേധ മാർഗങ്ങളുമായി മുന്നോട്ടു പോകും. തിരുത്തൽ ശക്തിയായി നിലകൊള്ളുക എന്നതാണ് സമിതിയുടെ നിലപാടെന്നും നേതൃത്വം വ്യക്തമാക്കി. തുടർ പ്രതിഷേധങ്ങളുടെ ഭാഗമായി തിരുവോണ ദിനത്തിൽ കൂട്ട ഉപവാസം ഉപ്പുതറയിൽ സംഘടിപ്പിക്കും. സെപ്റ്റംബർ 10 കേരളത്തിലെ 129 ഇടങ്ങളിലായി ജനകീയ കൂട്ടായ്മകളും സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. മുന്നോട്ടുള്ള സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സമരസമിതി തീരുമാനിച്ചു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രക്ഷോഭ സമരത്തിലേക്ക് ഒന്നും പോകാൻ സമരസമിതി തീരുമാനമെടുത്തിട്ടില്ല. ഞങ്ങൾ തിരുവോണത്തിന് ഒരു കൂട്ട ഉപവാസം സമരസമിതിയുടെ നേതൃത്വത്തിൽ കൂട്ട ഉപവാസം സംഘടിപ്പിച്ചുകൊണ്ട് അതിന് തുടക്കമിടുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒപ്പം മുല്ലപ്പെരിയാർ കമ്മീഷൻ ചെയ്ത ഒക്ടോബർ 10 അന്നേ ദിവസം മിഷൻ 129 എന്ന പേരിൽ ഒരു ജനകീയ കൂട്ടായ്മ കേരളത്തിലെ 129 സ്ഥലങ്ങളിൽ ഇതിന്റെ കൂട്ടായ്മ വിളിച്ചു ചേർക്കുന്നതിനെ കുറിച്ചാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ അനുകൂലമായ സാഹചര്യമുണ്ട് പ്രശ്നപരിഹാരത്തിന്. അത് ഉപയോഗപ്പെടുത്തണം. പെരിയാർ തീരദേശവാസികളുടെ ആശങ്കകൾ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പ്രതിപക്ഷ നേതാവിനെയും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെയും ജല കമ്മീഷനെയും നിവേദനത്തിലൂടെ അറിയിക്കും. പ്രശ്നപരിഹാരത്തിനായി നിരന്തര ഇടപെടൽ നടത്തി മുന്നോട്ടു പോകുമെന്നും മുല്ലപ്പെരിയാർ സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി. റിപ്പോർട്ടർ ഇടുക്കി.